നമസ്കാരം. കേരളത്തിലെ സ്കൂളുകളിലേക്ക് NEP വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഇനിയിപ്പോൾ തൽക്കാലം PM ശ്രീ പദ്ധതി ഒപ്പിടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരതിനുള്ള വഴി കണ്ടെത്തി കഴിഞ്ഞു. അതായത് NEP നടപ്പിലാക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ കേരളത്തിൽ PM ശ്രീ ഒപ്പിട്ടില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് എന്നീ ഉപജില്ലകളിൽ നടത്തിയ ഒരു LP ക്ലാസ്സുകളിലേക്ക് നടത്തിയ ഒരു ടെസ്റ്റിൻ്റെ, ഒരു ക്വിസ് മത്സരത്തിൻ്റെ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി. ഞങ്ങൾക്കിതൊന്ന് NEP നടത്താതെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാവ്യവൽക്കരണം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും. കാരണം അത്രയ്ക്കുള്ള ഒരു സർക്കാരും അധികാരികളുമാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഈ പറയുന്ന BJPക്കുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വീർ സവർക്കറിനെ വീർ എന്ന് വിളിക്കുന്നത് ചിത്രഗുപ്തൻ എഴുതിയ ഒരു ജീവചരിത്രത്തിലാണ്, അല്ലെങ്കിൽ ഒരു എഴുത്തിലാണ്, ഒരു പുസ്തകത്തിലാണ്. വീർ സവർക്കർ എന്ന് പറയുന്ന ഒരാളെ വീർ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുവരെ സവർക്കർ മാത്രമായിരുന്നു. അണ്ടമാൻ നിക്കോബാർ ജയിലിൽ മാപ്പ് എഴുതി കൊടുത്ത് പുറത്തേക്കിറങ്ങി വന്ന ഒരു സംഘി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. നിങ്ങളിവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ പാടില്ല, ഇവിടെ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല പോരാടേണ്ടത്, നമ്മുടെ സമുദായത്തിന് വേണ്ടി പോരാടി നിങ്ങളുടെ ആരോഗ്യം കളയുക, അല്ലാതെ ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി നിങ്ങളുടെ ആരോഗ്യം വെറുതെ വ്യയം ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. സംഘികൾ പറയുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കൽ പോലും ഒരു പങ്കാളിത്തവുമില്ല, ചരിത്രരേഖകളിൽ പോലും ഇടമില്ലാത്ത ഒരാളാണ് വീർ സവർക്കർ, അല്ലെങ്കിൽ സവർക്കർ. വീർ എന്നൊക്കെ പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരാൾ ആണ് ഈ വീർ എന്നുള്ള വിശേഷണം സവർക്കറിനോടൊപ്പം ചേർത്തത്. എന്നാൽ ആരാണ് ഈ ചിത്രഗുപ്തൻ എന്നുള്ള ചോദ്യം അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്കൊരു നഗ്ന സത്യം മനസ്സിലാകുന്നത്. അത് ഈ സവർക്കർ തന്നെയായിരുന്നു ചിത്രഗുപ്തൻ എന്ന്. സ്വന്തം പേരിനെ തനിക്ക്, അല്ലെങ്കിൽ സ്വന്തം പേരിന് ഇങ്ങനൊരു വിശേഷം ചാർത്തി കൊടുത്ത ഭീരുവായിരുന്നു സവർക്കർ എന്ന് പറയേണ്ട. അങ്ങനെ ഈ വീർ സവർക്കർ അല്ലെങ്കിൽ സവർക്കർ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചൊരു ചോദ്യം LP ക്ലാസ്സുകളിൽ വരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരോട് പൊരുതി നിന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി. പേര് കൊടുത്തിരിക്കുന്ന വീർ സവർക്കറുടെ പേര് കൂടിയുണ്ട്, വീർ സവർക്കർ എന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ശരി ഉത്തരം. ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരോട് ഏറ്റവും കൂടുതൽ കാലം പൊരുതിയുന്ന നേതാവ്, ഏറ്റവും കൂടുതൽ മാപ്പെഴുതി കൊടുത്ത നേതാവിൻ്റെ പേരായിരുന്നെങ്കിൽ വീർ ചേർക്കാതെ സവർക്കർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇതിപ്പം അങ്ങനെ ആയിപ്പോയി. ഇത് നമ്മുടെ കേരളത്തിൽ വന്ന അല്ലെ നമ്മൾ വിചാരിക്കും ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് UP-യിലായിരിക്കും, അല്ല. ഡൽഹിയിലായിരിക്കും, അല്ല. ഗുജറാത്തിലായിരിക്കും, മഹാരാഷ്ട്രയിലായിരിക്കും, അല്ല. ഇത് നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൻ്റെ വടക്കേ കാസർഗോഡ് എന്ന് പറയുന്ന ജില്ലയിലാണ്. അവിടുത്തെ കുമ്പളയിലും മഞ്ചേശ്വരത്തും കാസർഗോഡ് ഉപജില്ലകളിൽ, വിദ്യാഭ്യാസ ഉപജില്ലകളിൽ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ കൊടുത്തുവിട്ട ഒരു ക്വിസ് കോമ്പറ്റീഷനുള്ള ചോദ്യമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, നമ്മുടെ സംസ്ഥാനത്ത് NEP നടപ്പിലാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മുടെ ഇത് സൈൻ ചെയ്യേണ്ട, PM ശ്രീ പദ്ധതി സൈൻ ചെയ്യേണ്ട, ബാക്കി എല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു. കാര്യം ഇതൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഇവിടെ വന്ദേ മാതരം പൂർണ്ണാർത്ഥത്തിൽ ആലപിക്കാം. അതുമാത്രമല്ല, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവർക്ക് അവരുടേതായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടത്താം. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സർക്കാർ, അല്ലെങ്കിൽ സർക്കാരിൽ ഇരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗുകാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇപ്പോൾ MK മുനീർ, അദ്ദേഹം ഏറെക്കാലമായി പൊതുരാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ RSS BJP അജണ്ടയാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന നമ്മുടെ വീർ സവർക്കറെ, വീർ സവർക്കർ എന്ന് പറയുന്നില്ല, VD സവർക്കറെ ദേശസ്നേഹിയാക്കുന്നത് RSSൻ്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും അജണ്ടയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ചോദ്യം വന്നെങ്കിൽ അതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും അവർക്കെതിരായി നടപടിയെടുക്കണം എന്നുള്ള കാര്യം മുനീർ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ ആലോചിച്ചു, കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു ഉത്തരം വന്നു. ഈ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നൽകിയ ഇങ്ങനൊരു ചോദ്യമായിരുന്നു, ശരിക്കും അതിനകത്ത് ഉൾപ്പെടുത്തിയൊരു ചോദ്യമോ. അപ്പോൾ ഈ ചോദ്യം അച്ചടിക്കുന്നതിന് മുൻപായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവർ അവരുടെ ഒരു മനസ്സങ്ങനെ ഇരിക്കട്ടെ, VD സവർക്കറെ അനുകൂലിക്കുന്ന ഒരു മനസ്സാണ് അവരുടെ എന്ന് കരുതിക്കോളൂ. അങ്ങനെ VD സവർക്കറെ അനുകൂലിക്കുന്ന മനസ്സോടു കൂടിയുള്ള ഒരു വിഭാഗം ആളുകൾ അതിനകത്തുണ്ട്. ചോദ്യം അടിക്കുമ്പോൾ തീർച്ചയായും ഇതൊരു ക്രോസ് ചെക്കിങ്ങിന് വിധേയമാക്കില്ലേ. അപ്പോൾ ഇങ്ങനത്തെ മണ്ടത്തരം നിറഞ്ഞ ചോദ്യങ്ങൾ കുട്ടികളിലേക്ക്, അത് LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് കൊടുക്കുന്നത് ശരിയാണോ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്.
അതൊന്നും ക്രോസ് ചെക്ക് ചെയ്യപ്പെടുന്ന ഒന്നല്ലേ? ഇതൊരു റിവ്യൂ കമ്മിറ്റി ഒന്നും ഇല്ലേ ഇങ്ങനെ ചോദ്യം അടിക്കുമ്പോൾ? ചരിത്രപരമായ ചരിത്ര നിഷേധങ്ങൾ ഇങ്ങനെ കുട്ടികൾക്ക് പഠിക്കാൻ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തരം വിദ്യാഭ്യാസ നയമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോൾ നടപടിയെടുക്കും? എന്ത് നടപടിയെടുക്കും? അങ്ങനെ നടപടിയെടുക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ ഇപ്പോൾ നിലവിലിരിക്കുന്ന സർക്കാരിന് എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരുമെന്നേ. കാരണം എന്താണെന്നറിയാം, ഇത് ഈ വിഷയം അത്ര ലഘൂകരിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാര്യം ഇന്ത്യയെ ശിഥിലീകരിക്കാൻ ശ്രമിച്ച ആളാണ് ഈ പറയുന്ന സവർക്കർ എന്ന് MK മുനീർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ പറയുന്ന അതായത് ഈ ഇന്ത്യയെ ശിഥിലീകരിക്കാൻ, അതായത് വർഗീയത പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ശിഥിലീകരിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഈ പറയുന്ന സവർക്കർ എന്നുള്ള കാര്യവും ഇത് വേണ്ടി വരും. ഇനിയിപ്പോൾ വന്ദേമാതരം നമ്മുടെ സംസ്ഥാനം നടക്കാൻ പോകുന്ന എന്താണ്? നമ്മുടെ സംസ്ഥാനത്ത് വന്ദേമാതരം എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഇവിടെ ചൊല്ലുകയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ചെല്ലുന്നത് കൊണ്ട് നമ്മുടെ സർക്കാർ നിർദ്ദേശത്തെ പ്രതികരിക്കുന്നത് വെച്ചാൽ പാർലമെൻറ്റിൽ നിയമമായി പാസ്സാക്കിയ കാര്യമാണ്, ശരി. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി നിയമപരമായ കടമ നിർവഹിച്ചതാണോ അതോ സ്വയം തീരുമാനിച്ചതാണോ എന്നാണ് പരിശോധിക്കേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. MK മുനീർ അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ഇതൊരു നിയമമായി പാസ്സാക്കിയതാണ്. അത് നമുക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേ അധികം ബില്ലുകളാണ് പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കുന്നത്, യാതൊരു എതിർപ്പുമില്ലാതെ, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ. അതായത് സഭയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, അതിനുശേഷം സഭ ചേരുന്നു, പിന്നീട് നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുന്നു. ഇതാണ് ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചീഫ് സെക്രട്ടറിയെ ആണല്ലോ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതിന് ഈ പറയുന്ന വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുക എന്ന് പറയുന്നത്. ഇനിയിപ്പം ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിച്ചതാണോ അതോ സ്വയം തീരുമാനിക്കുക, അതായത് ഇങ്ങനെ പാർലമെൻറ്റിൽ ഒരു പാസ്സാക്കിയ നിയമമായി വരുമ്പോൾ ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ആ നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം അത് നിർവഹിച്ചതാണോ? ഇനി അതല്ല, സ്വയം അങ്ങ് തീരുമാനിക്കുക. അത് എന്ന് വെച്ചാൽ ആ സ്വയം തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാനൊരു സംഖ്യ ആയതുകൊണ്ട് ഈ തീരുമാനത്തെ മറ്റാരോടും കൂടി ആലോചിക്കാൻ ഞാൻ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനം. അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് MK മുനീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് ഈ പറയുന്ന കാര്യങ്ങളിൽ അത്ര താല്പര്യം പോരാ. അതായത് നേരത്തെ മുതൽ തന്നെ ലീഗിൻ്റെ ആശയങ്ങളോടും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടിയും നിലനിന്നിട്ടുള്ള ലീഗിലെ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴുള്ള പല നീക്കങ്ങളും, ഈ PM ശ്രീ പദ്ധതി ആവട്ടെ, ഈ നമ്മുടെ വന്ദേമാതരം ആയിക്കൊള്ളട്ടെ, ഇതാ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന VD സവർക്കറെ പറ്റിയുള്ള ചോദ്യം കുട്ടികൾക്ക് പഠിക്കാൻ ഇട്ടുകൊടുത്ത ഉൾപ്പെടെ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നാളെ മുതൽ, അല്ലെങ്കിൽ ഈ PM ശ്രീ പദ്ധതി ഒപ്പിടുന്നത് മുതൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടി വരും. ഇതൊക്കെ ഇത്രയും അതിൻ്റെ ഒരു തുടക്കമാണ്, അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ശരിക്കും ഇങ്ങനെ പോയിരിക്കുക നമ്മൾ പറയേണ്ടി വരും. ശരിക്കും ഒരു ടെസ്റ്റ് ഡോസാണ് ഈ നടന്നിരിക്കുന്നത്, അല്ല വേറെന്താണ്? ഇതിങ്ങനെ പോയി കഴിയുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതന്മാരാരും ഈ കുന്തോ അറിഞ്ഞില്ല എന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ? ഒരു കുട്ടികൾക്ക് കൊടുക്കേണ്ട ചോദ്യത്തിനകത്ത് തെറ്റ് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, ചരിത്ര വിരുദ്ധത കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് തടയപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു ചോദ്യം കുട്ടികൾക്കിടയിലേക്ക് എത്താൻ പാടില്ല എന്ന് പറയുന്ന കർശനമായ നിർദ്ദേശമായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അതിന് പകരം ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കുക? അപ്പം തീർച്ചയായിട്ടും ഇത് മന്ത്രി അറിയാതെയോ അല്ലെങ്കിൽ വകുപ്പ് അറിയാതെയോ നടന്ന കാര്യമല്ല. ഇതിനകത്ത് കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. കാരണം ഇതൊരു ചരിത്ര വിരോധമാണ്, ചരിത്ര നിരാസമാണ് സംഭവിച്ചിരിക്കുന്നത്. അതും വെറും സംഘീവൽക്കരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ഭയക്കുന്ന തരത്തിലുള്ള ഒരുതരം പ്രതിസന്ധിയാണിപ്പോൾ സംജാതമായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും.